ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വെരി ഫസ്റ്റ് വ്ലോഗ്. ഇന്ന് ഞാനൊരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് മട്ടന്നൂർ ഗ്രീൻ പ്ലാനറ്റ് എന്ന് പറഞ്ഞ റിസോർട്ടിൽ വന്നിട്ടായിരുന്നല്ലോ കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഒരുപാട് കാണാൻ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മളെ റൂം. പിന്നെ നല്ല രസമായിരുന്നു റൂമും വാഷ്റൂമും ഒക്കെ. ഞങ്ങളൊരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചക്കായിരുന്നു എത്തിയത്. പിന്നെ നമ്മൾ ചായയും സ്നാക്സൊക്കെ കഴിച്ച് അമ്മേൻ്റെ സിസ്റ്ററും അച്ചാച്ചനൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഇറങ്ങി നടക്കാൻ തുടങ്ങി. കാരണം എനിക്ക് അത്രയും പേഷ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചുറ്റും കാണാൻ തുടങ്ങി. വന്നപാട് നമ്മൾ ഇറങ്ങിയോണ്ടൊന്നും നേരത്തെ കാണാൻ പറ്റിയിട്ടില്ലേ. പിന്നെ അവിടെ പാർക്കെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഊഞ്ഞാലാടിയിരുന്നു. നല്ല രസമായിരുന്നു. അവർക്ക് മുന്നേ ഞാനായിരുന്നു റിസോർട്ട് ഫസ്റ്റ് കണ്ടത്. കുറേ വഴികളുണ്ടായിരുന്നു. ഇങ്ങനെ ഇടവഴിയിലൊക്കെ നടക്കാനും ഫോട്ടോസ് എടുക്കേണ്ട കുറേ സ്പോട്ട്സ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. മൊത്തത്തിൽ ഭയങ്കര കാം അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞാൻ അവിടെ സൈഡിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി, ഒറ്റയ്ക്ക് ഫോണൊക്കെ വെച്ച്. ലൈക്ക് സി ഹൗ ക്യാൻ ഐ റെസിസ്റ്റ് മൈ സെൽഫ് ടേക്കിംഗ് പിക്ചേഴ്സ് ഫ്രം ദീസ് പ്രിറ്റി പ്ലേസസ് അല്ലേ. നിങ്ങൾക്കെന്നെ കാണാൻ പറ്റും, അത്രയും അടിപൊളി ആംബിയൻസും വൈബും നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള ഏരിയാസൊക്കെ ആണെങ്കിൽ. പിന്നെയും ഞാൻ ഓരോ സ്ഥലമെല്ലാം തപ്പി തപ്പി നടക്കാൻ തുടങ്ങി. ഒന്നും മിസ്സാക്കാറല്ലോ ഏത്. ഇതാ ഞാൻ ഒരു പുതിയൊരാളെ കാണിച്ചു തരാം. ഇവിടെ പാരറ്റും 2 ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഇവരോട്. അങ്ങനെ ഇരിക്കുക, ഭയങ്കര മഴ. എൻ്റെ അമ്മോ, എന്തൊരു വലിയ ഇടിയൊക്കെ ഉണ്ടായിരുന്നറിയോ. എന്തെന്ന് പറഞ്ഞാലും സമ്മറിൽ നമുക്കൊരു റിലാക്സേഷനാണ് ഇങ്ങനെ വരുന്ന മഴയൊക്കെ. അപ്പം അവിടുത്തെ സ്റ്റേക്ക് ഒരു വൈബ് കൂടി. പിന്നെ ഇതായിരുന്നു എൻ്റെ പിച്ചൊക്കെ. അതെല്ലാം കഴിഞ്ഞ് ഉറങ്ങി എണീച്ച് രാവിലെയായി. ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ നമ്മൾ അവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇഡ്ഡലി, സാമ്പാർ, പൂരി, ചട്നി, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു, പഴം, മുട്ടയെല്ലാമായിട്ട്. പിന്നെ ഞാൻ വിസിറ്റ് ചെയ്യാത്ത ചെറിയ ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആകെ ഇവിടെ ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നിയത് പൂൾ ഉണ്ടായിട്ടില്ല, അത് മാത്രം. പക്ഷേ പേടിക്കണ്ട, അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വൈബാക്കി. അങ്ങനെ നമ്മൾ സ്ഥലം വിട്ടു. അപ്പോഴാണ് ഒരു ഐഡിയ വന്നത്, ശരി നമുക്കൊന്ന് മൂവിക്ക് പോയാലോ എന്ന്. തുടരും കാണുമെന്ന് കുറേ ആയി വിചാരിക്കുന്നത്. അങ്ങനെ എൻ്റെ ഹെവി ഹെഡേക്കിൽ ഞാൻ തുടരും കാണാൻ തുടങ്ങി. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഹെഡേക്കിന് റീസൺ മൈഗ്രെയിൻ ഉള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും കത്തും. പിന്നെ അങ്ങ് സഹിച്ച് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി. അങ്ങനെ മൂവി ഇഷ്ടമായി. ഞാൻ നേരെ വീട്ടിലേക്ക് മടങ്ങി. ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ ഹെവി ഹെഡേക്ക് കാരണം എനിക്കിതിൻ്റെ എൻഡിങ് എടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേക്കേഷൻ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് മൈ വെരി ഫസ്റ്റ് വ്ളോഗ്. ആസ് എ ബിഗിനർ ഞാൻ ഇതുവരെ എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല ഇങ്ങനെ ഒരു വ്ളോഗിങ്ങോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതോ ഒന്നും. ഇതൊക്കെ എൻ്റെ കംഫർട്ട് സോണിന് പുറത്ത് വന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഐ റിയലി നീഡ് യുവർ ബ്ലെസ്സിങ്സ് ത്രൂ സബ്സ്ക്രിപ്ഷൻസ്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, don't forget to like, share and subscribe. Until next, bye.